വെച്ചവരാ, മാനസിക നഷ്ടം വരുത്തി വെച്ചവരാ. അബൂ സുഫിയാനെ പോലുള്ളവര് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മളതാ തർദിയത്ത് ചൊല്ലുന്നു. റസൂലുള്ളാഹിന്റെ ഏറ്റവും കൊടിയ ശത്രുവായ അബൂജാഹിലിന്റെ പൊന്നാരമോൻ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്ന് പറഞ്ഞിട്ട് ലഅനത്തല്ലല്ലോ ഞാനും നിങ്ങളും ഇന്ന് ചൊല്ലുന്നത് തർദിയത്തല്ലേ? റളിയല്ലാഹു അൻഹു. അത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണേ, എന്താണ് അവരിൽ ഉണ്ടായ മാറ്റം? അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിന് അവര് തൊള്ളോണ്ടല്ല ഉൾക്കൊണ്ടത്, ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും. എങ്ങനെ ഉൾക്കൊണ്ടത്? ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ നബി തിരുമേനെ അവർ ഉൾക്കൊണ്ടുപോയി. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, എന്താ അറിയോ? ഹുവൽ ഇഅ്തിറാഫു باطنا وظاهرا أنه عبد الله ورسوله إلى الناس كافة والعمل بمقتضى ذلك. محمد صلى الله عليه وسلم അള്ളാഹുവിന്റെ ദാസനും മുഴുവനും ജനങ്ങളിലേക്കുമായി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണെന്നും മനസ്സുകൊണ്ടും നാവുകൊണ്ടും അംഗീകരിക്കുക, ആ അംഗീകാരം തേടുന്ന പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുക എന്നത് പ്രസ്തുത സാക്ഷ്യത്തിന്റെ ധർമ്മമാണ്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് മഅന ശഹാദയെ വിശദീകരിക്കുന്നിടത്ത് പഠിപ്പിക്കുകയാ. എവിടുന്നായി പഠിപ്പിക്കാൻ അവർക്ക് കിട്ടിയത്? സഹാബികളിൽ. അള്ളാന്റെ റസൂലിനപ്പുറം അവർക്ക് വേറൊരാളുണ്ടായിരുന്നില്ലേ? അള്ളാന്റെ നബി തിരുമേനിക്ക് അപ്പുറം അവർക്ക് വേറൊരാളില്ലായിരുന്നു. അവരെല്ലാം അള്ളാഹുവിന്റെ, അവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. സർവസ്വത്തെക്കാളും അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുപോയി. അത് നിർബന്ധമാണെന്ന് അവർ മനസ്സിലാക്കിപ്പോയി. സ്നേഹമില്ലാത്തവരെ ദീനില്ലെന്ന് പുറത്താണെന്നും അവർ മനസ്സിലാക്കിപ്പോയി. ആരാണ് മനസ്സിലാക്കിപ്പോയതെന്നറിയോ? ഞാനും നിങ്ങളുമല്ല, സ്വഹാബത്ത്. അള്ളാഹുവിന്റെ നബി തിരുമേനിയോട് സ്നേഹമില്ലാത്തവർ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവർ ദീനില്ലെന്ന് പുറത്താണ് എന്നവരങ്ങ് പൂർണ്ണമായി ഉൾക്കൊണ്ടുപോയി. ദീനെന്ന് പുറത്താണ് അവർ ഉൾക്കൊണ്ടത്. നബിനെ സ്നേഹിക്കാത്തവർ ഇസ്ലാം എന്ന് പുറത്താണ്. സ്വഹാബത്ത് അതുകൊണ്ട് തന്നെ നബിനെ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവർ കാവലിരുന്നു, കൂടെ യുദ്ധം ചെയ്തു. എപ്പോഴും കാണണമെന്ന് ആഗ്രഹം തോന്നിപ്പോയി. ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതിരിക്കാൻ അവർക്ക് കഴിയാതെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അവരൊരിക്കലും ശബ്ദമുയർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അവർക്ക് താങ്ങാനായില്ല. വാളെടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബത്ത് ഒന്നടങ്കം പ്രയാസപ്പെട്ടവരായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ വേർപാട് സ്വഹാബത്തിന് താങ്ങാനായില്ല. ജീവിതം മുഴുവനും റസൂലുള്ളാഹിന്റെ കൂടെയാ, ജീവിതം മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടിയാ. പടച്ച റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ. വിശ്വാസികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും നമ്മള് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ ആകണം. ഞാനേ പറഞ്ഞല്ലോ, ഒരു വലിയ മുഖവരൊന്നുമില്ലാതെ നമുക്ക് കൃത്യം കാര്യം പഠിക്കാം. മഹാനായ നാലാമത്തെ സ്വഹാബി, ക്ഷമിക്കണം, നാലാമത്തെ ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാത്? പുന്നാര മരുമകൻ അലിയാർ തങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, അലിയാർ തങ്ങളെ, പ്രിയപ്പെട്ട അലിയാർ തങ്ങളെ, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയോട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് സ്വഹാബ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു പോയത്? കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലല്ലാഹ്. അള്ളാഹുവാണ് സത്യം, അള്ളാഹിനെ വെച്ചിട്ട് സത്യം ചെയ്യാ. ഞങ്ങൾക്ക് അള്ളാഹിന്റെ നബി തിരുമേനിയോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു അറിയോ? ഞങ്ങളുടെ സമ്പത്തുക്കളെക്കാളും, ഞങ്ങളുടെ മക്കളെക്കാളും, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും, ഞങ്ങളുടെ ദാഹജലത്തെക്കാളും, കുടിവെള്ളത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയങ്കരമായിരുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് ആരാണെന്നറിയുമോ? സ്വർഗത്തിലാണെന്ന് നബി തിരുമേനി പറഞ്ഞു പോയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു.
എന്തിനേക്കാൾ എല്ലാറ്റിനേക്കാൾ അവർക്ക് പ്രധാനം അല്ലാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിനോളം അവർക്ക് പ്രിയപ്പെട്ടത് വേറൊരാളുണ്ടായിരുന്നില്ല. ഞങ്ങളെ മുന്നിൽ ചില സംഭവങ്ങൾ ഇങ്ങനെ പറയാം, ചില പുസ്തകങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അത് ആവർത്തിക്കാം. ഉർവത്ത് ബിൻ സഖഫി ഹുദൈബിയ സന്ധി ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ച നടത്തി. എന്നിട്ട് ഖുറൈശികളുടെ അടുത്ത് മടങ്ങി ചെന്നിട്ട് അദ്ദേഹം പറയാ, എന്താ പറഞ്ഞറിയോ? റസൂലുള്ളാഹിയും അനുചരന്മാരും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയാം. ഐ ഖൗമിൻ വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് എന്റെ നാട്ടുകാരെ, ലഖദ് വഫത്തു അലൽ മുലൂക്, ഞാൻ രാജാക്കന്മാരുടെ അടുത്ത് ദൂതുമായി ചെന്നിട്ടുണ്ട്. വഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി, ഖൈസറിന്റെയും കിസ്റയുടെയും നജാശിയുടെയും ഒക്കെ അരികില് ദൂതനായി ഒരു ദൂതനായി ഉള്ളവൻ കടന്നു പോയിട്ടുണ്ട്. വല്ലാഹി, അല്ലാഹനെ തന്നെയാണ്. ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാ. അല്ലാഹുവാണ് സത്യം. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ, മുഹമ്മദിനെ ബഹുമാനിക്കുന്നത് പോലെ സ്വഹാബത്തിനെ പറ്റി ഉർവത്ത് ബിൻ സഖഫി പറയാ, അല്ലാഹുവാണ് ഒരു രാജാവിനെയും ഒരു പ്രജയും ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വീണ്ടും പറയാ, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ്. ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅതു ഫീ കഫി റജുലിൻ മിൻഹും, അവിടുന്ന് തുപ്പിയാൽ, അള്ളാന്റെ റസൂലൊന്ന് തുപ്പിയാൽ അത് അവരിൽ ഒരുവന്റെ കൈപ്പടത്തിൽ വീഴാതിരിക്കൂല. അള്ളാന്റെ റസൂലിന്റെ തുപ്പുനീര് ഭൂമിയിൽ പതിക്കാതെ സ്വഹാബത്തിന്റെ കയ്യിലാണ് അത് പതിക്കാറുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നത്. എന്നിട്ട് പറയാ, ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, ആ തുപ്പുനീര് സ്വഹാബികൾ അയാളുടെ മുഖത്തും തൊലിയിലും പുരട്ടും. നമ്മള് ചില ആൾക്കാർ പറയല് ബോഡി വേസ്റ്റ്. അള്ളാന്റെ റസൂലിന്റെ തുപ്പുനീര് മുഖത്തും പുരട്ടും ശരീരത്തിലും പുരട്ടും. കാരണം എന്താ? അതിന് ബർക്കത്തുണ്ട്. റസൂലുള്ളാന്റെ മുടിക്ക് ബർക്കത്തുണ്ട്, റസൂലുള്ളാന്റെ തുപ്പുനീരിന് ബർക്കത്തുണ്ട്. പക്ഷെ ഇത് രണ്ടും കിട്ടാനില്ല. ഒരു സാധു മനുഷ്യൻ 19 വയസ്സായി ഇനിയെങ്കിലും മുടി കുത്തിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും അല്ലേക്കും അല്ലാഹ് ഹിദായത്തിലാക്കട്ടെ, എപ്പോഴും നടക്കാം പൊടിയും മുടിയെന്ന് പറഞ്ഞിട്ട്. പാവ ഈ അടുത്ത് പറഞ്ഞൊരു വാക്കെന്നറിയങ്ങള്, ഞാൻ അള്ളാന്റെ റസൂലുള്ളാന്റെ റൗളന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. റൗളന്റെ അരികിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് ഒരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പച്ച കാർപ്പറ്റിന്റെ സ്ഥലമുണ്ട്, അതിനാ റൗള എന്ന് പറയാം. അതന്നെ ആ സാധുവിന് അറിയില്ല തോന്നുന്നത്. ഖബറിന്റെ അടുത്ത് നിൽക്കുന്നതിനെ പറ്റി പറയണ, റൗളന്റെ അരികിൽ നിൽക്കുമ്പോ അവിടുത്തെ ഒരു ഹാദിമന്റെ അടുത്ത് വന്നിട്ട് ഒരു പൊടി തന്നു. ഇത് റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീശണ പൊടിയാണ്. ഞാൻ ആലോചിച്ച് നോക്കി, മഹാനായ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ല, ലോകം കണ്ട മുഹദ്ദിസ് ജീവിച്ചിരിക്കുന്ന മൂപ്പര കൈ കൊടുത്തില്ല. ശൈഖ് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ല, മദീനത്തെ പള്ളിയിൽ ദർസ് എടുക്കുന്ന മഹാപണ്ഡിതൻ അഹ്ലുസ് സുന്നത്തിന്റെ ഹഫിളഹുല്ല, മൂപ്പര കൈ കൊടുത്തില്ല. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ കിബാറുകളിൽപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതൻ ശൈഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല റിയാദിൽ, അദ്ദേഹത്തിന്റെ കയ്യിലും കൊടുത്തില്ല. ആലു ശൈഖ് ഹഫിളഹുല്ല, അദ്ദേഹത്തിന്റെ കയ്യിലും കൊടുത്തില്ല. പിന്നെ ആരെ കയ്യിലെ കൊടുത്ത്? ഈ വിനീതന്റെ കയ്യിലാത്തത്. അപ്പൊ പിന്നെ പറയാ, മൂപ്പരുണ്ടാക്കിയ കഥ തന്നെയല്ലേ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഹിദായത്തിലാക്കണേ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൊലാലത്തിൽ ജനങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. കൂട്ടത്തിൽ പറഞ്ഞാട്ടോ, ഇത് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, മുടിക്കും ഈ ഇതിനൊന്നും പ്രത്യേകത ഉണ്ട്. പക്ഷെ അതൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പത്തെ പ്രത്യേകത. എന്നിട്ട് എന്താ സംഭവിച്ചറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തുപ്പുനീര് മുഖത്തും തൊലിയിലും സ്വഹാബത്ത് പുരട്ടുമെന്ന് അദ്ദേഹം പറയാ. അവിടുന്ന് അവരോട് കൽപ്പിച്ചാലോ അവിടുത്തെ കൽപ്പന അവരങ്ങ് വേഗം നിറവേറ്റും. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് വുളു ചെയ്താലോ അല്ലാഹുവിന്റെ റസൂലിന്റെ വുളുവിന്റെ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് മത്സരിക്കുമാറാകും. ഇങ്ങനെയുണ്ടാവും ഒരു സമുദായം. നമ്മളെ കൂട്ടത്തിലൊക്കെ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ എന്ത് ഇതൊക്കെ കേവലം ചില ശരീരത്തിൽ ഒഴുകണ ഈ വേസ്റ്റ് വെള്ളത്തിനൊക്കെ ആളുകൾ മത്സരിക്കുക. എന്താ? ഒന്നില്ലെങ്കിൽ ഇത് ലൈഫായിരിക്കും. ഞാൻ താഴത്തുദ്ധരിക്കണത് എവിടെ വരുന്നതെന്നൊക്കെ
ആലോചിക്ക, ആൾക്കാർ പറയാണ് وَإِذَا تَوَضَّأَ كَادُوا يَقْتَتِلُونَ عَلَى وُضُوئِهِ, അവിടുത്തെ വുളുവിന്റെ വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുകയാ. وَإِذَا تَكَلَّمَ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോഴോ خَفَضُوا أَصْوَاتَهُمْ عِندَهُ, അവിടുത്തെ മുന്നിൽ അവർ ശബ്ദം താഴ്ത്തുകയാണ്. وَمَا يُحِدُّونَ إِلَيْهِ النَّظَرَ تَعْظِيمًا لَهُ, അവിടുത്തോടുള്ള ബഹുമാനം കാരണം അവരൊന്ന് അമർത്തി നോക്കുക പോലുമില്ല. സഹീഹുൽ ബുഖാരി 3731, 2732 ഇതേ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ദുർബല റിപ്പോർട്ടുകളല്ല എന്നർത്ഥം. നോക്കി നിങ്ങള്, സഹാബത്ത് നബിനെ സ്നേഹിക്കുന്ന കുറെ മേഖലകൾ അതൊക്കെ. ഇനി ഇങ്ങനെ പോയാല് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തെ പറ്റി ഒരുപാട് ഭാഗത്ത് പഠിപ്പിക്കപ്പെടുന്നത് കാണാം. ഞാൻ നിങ്ങൾക്ക് 1-2 സംഗതി കൂടി പറയട്ടെ. ഒരിക്കൽ സഹാബികളിൽപ്പെട്ട ഒരാൾ അള്ളാഹിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. കൈ പിടിച്ച ആള് പണ്ട് വാള് പിടിച്ച ആള്, വെറുതെ വാള് പിടിച്ചല്ല. ചരിത്രത്തില് കുറെ സംഗതി ദുർബലമാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു 100 ഒട്ടകത്തിന് വേണ്ടി കൊല്ലാൻ വേണ്ടി വാള് പിടിച്ച ഒരാൾ അല്ലേ. അല്ലാഹു അക്ബർ. പഠിച്ചറപ്പ് അദ്ദേഹത്തോടൊപ്പം നമ്മളൊക്കെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ നബിന്റെ കയ്യിനെ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ നബിയെ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരം ഒഴികെ എല്ലാ വസ്തുക്കളെക്കാളും തീർച്ചയായും എനിക്ക് പ്രിയങ്കരം അങ്ങുന്നാണ് റസൂലെ. എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങുന്നതിനോടാണ് റസൂലെ. അള്ളാന്റെ നബി തിരുമേനി ഉടനെ മറുപടി പറയല, ഇല്ലോ പറയില്ല. വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ, ആ റബ്ബ് തന്നെയാണ് സത്യം. ഉമറേ, ഒരിക്കലുമില്ല ഉമറേ, നിന്റെ ശരീരത്തെക്കാളേറെ, നിനക്ക് നിന്നെക്കാളേറെ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയങ്കരമാകുന്നത് വരെ താങ്കളുടെ ഈമാൻ പൂർണ്ണമാകൂല ഉമറേ. നമ്മളോടൊക്കെ ഇപ്പൊ പറയണേ, നമ്മളെന്തൊക്കെ ആലോചിക്കും, പഠിച്ചവനെ എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി ഒരു ജീവിക്കണമെങ്കിൽ, നബി പറഞ്ഞ പോലെ ആകണമെങ്കിൽ. അപ്പൊ നമ്മള് തൽക്കാലം നബി ഇങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മള് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് പറയേണ്ടി വരും. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയാ, ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, തീർച്ചയായും ഇനി അല്ലാഹു ആണ് സത്യം, എന്റെ ശരീരത്തെക്കാളും എനിക്ക് പ്രിയങ്കരം അങ്ങൊന്നാണ് ഹബീബേ, അങ്ങൊന്നാണ് റസൂലേ. ഉടനെ അല്ലാഹുവിന്റെ നബി തിരുമേനി മറുപടി പറഞ്ഞു പോവുകയാ, ഉമർ, ഇപ്പോഴാണ് ഉമറേ താങ്കളുടെ ഈമാന് പൂർണ്ണമായത്. ഏതുവരെ എന്നറിയോ? ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അങ്ങനെ റിപ്പോർട്ടുണ്ട്. വന്നാസി അജ്മഈൻ ഇല്ലാത്ത റിപ്പോർട്ടുണ്ട്. ബുഖാരിയിലെ 14, മറ്റേത് മുസ്ലിമിൽ 69. ഈ ഇരിക്കണ എല്ലാവർക്കും ഹിഫുള്ള ബൈഹാർട്ടുള്ള ഹദീത്താണ്. ഏത് ഹദീത്ത് ബൈഹാർട്ടാണ്, പക്ഷെ ആശയം പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാറില്ല. എന്താ പറഞ്ഞത്? എന്റെ വാപ്പച്ചിയെക്കാളും, എന്റെ മക്കളെക്കാളും, എന്റെ മക്കളെക്കാളും. അല്ലെങ്കിൽ അള്ളാന്റെ നബി നമ്മളോടൊക്കെ പറയണതേ, നിങ്ങളെ വാപ്പനെയും ഉമ്മനെക്കാളും, നിങ്ങളെ മക്കളെക്കാളും, നിങ്ങളെ സർവസ്വത്തെക്കാളും ഈ ലോകത്തെ കോടിക്കണക്കിന് 800 ചില്ലാനും വരുന്ന കോടി ജനത. ഔദ്യോഗിക സെൻസസ് ഇനി ആദിവാസി ഗോത്ര മേഖലയിൽ ആരെങ്കിലും താമസിക്കണമെന്നറിയില്ല. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ, അതേപോലെ ആസ്ട്രേലിയൻ വനാന്തരങ്ങളിൽ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ദ്വീപുകളിൽ ഒക്കെ ആരെങ്കിലും വസിക്കുന്നുണ്ടോന്നറിയില്ല. അനൗദ്യോഗിക കണക്കുകൾ അറിയില്ല, ഔദ്യോഗിക കണക്ക്. അത്രയും ജനങ്ങളെക്കാളും നിങ്ങൾക്ക് മഹബത്ത് എന്നോടാകണോ? അപ്പൊ അള്ള കഴിഞ്ഞാൽ പിന്നെ അടുത്തതാരാ? മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം? കാരണം അള്ള പ്രഖ്യാപിക്കാണ് ഖുർആനിലൂടെ. അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയും. എന്താ അള്ളാന്റെ പ്രഖ്യാപനം അറിയും? നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക്. ഇത് വെറുതെ അല്ല, വെറുതെ ഇങ്ങനെ സ്നേഹം പിടിച്ചു വാങ്ങല്ല. ഈ സ്നേഹം നിർബന്ധമായ ഒരു ഇബാദത്താണ്.
ഇതില്ലേ നിങ്ങളെ അമല് ബാത്തുല, ഇതില്ലേ എന്നോട് നിങ്ങൾക്ക് മഹബത്തില്ലേ നിങ്ങളെ അമല് ബാത്തുല, എന്നോട് നിങ്ങൾക്ക് മഹബത്തില്ലേ നിങ്ങൾ അള്ളാന്റെ അടുത്ത് കബൂലാക്കപ്പെടൂല, എന്നോട് നിങ്ങൾക്ക് മഹബത്തില്ലേ നിങ്ങൾ അള്ളാനെ എത്ര ഇഷ്ടപ്പെടുന്ന കാര്യമില്ല, അത് കാമിലാകൂല. കാരണം പാർട്ട് 2 ഞാനാ, മുഹമ്മദ് റസൂലുള്ളാഹ്. വേഗം ക്ലിയർ ആണ്. ഞാൻ മാന ഷഹാദ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നമുക്ക് സമയത്തിനില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഓടിച്ചു. അതുകൊണ്ടാണ് അതിൽ ചില പോയിന്റുകൾ പറഞ്ഞു. ഇനി അല്ലാഹുവിന്റെ ഹബീബിനോട് ഓതിക്കേൾപ്പിക്കാൻ പറയാ, നിബിതങ്ങളെ നിങ്ങൾ ഓതിക്കേൾപ്പിച്ചാലും ജനതക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്താലും إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله حتى فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താലും നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന്, കുറഞ്ഞു പോകുമെന്ന്, ഇല്ലാതായി പോകുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ കച്ചവടവും, ഭയപ്പെടുന്ന കച്ചവടവും, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പുരയിടങ്ങളുമില്ലയോ, നിങ്ങളുടെ പാർപ്പിടങ്ങളില്ലയോ, നിങ്ങൾ താമസിക്കുന്ന വീടുകളില്ലയോ, അള്ളാഹു മനുഷ്യന് ഇഷ്ടപ്പെട്ട 8 കാര്യങ്ങൾ മുന്നിലങ്ങ് വെക്കുകയാ. ഈ ദുനിയാവിന്റെ പൂർണ്ണത അതിലുണ്ട് 8 കാര്യങ്ങളിൽ. എന്നിട്ട് റബ്ബ് 3 കാര്യങ്ങൾ പകരം വെക്കുകയാ. അതിലൊന്നാമതുള്ള പഠിപ്പിക്കണതറിയോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ് വറസൂലി, നിങ്ങൾക്ക് ഇതിനേക്കാളുമൊക്കെ ഇഷ്ടം ഏറ്റവും അധികം അള്ളാഹുവിനോടാകണേ, പിന്നെ അവന്റെ ഹബീബിനോടുമാകണേ, പിന്നെ അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിലുമാകണേ. ഇനി നിങ്ങൾ അങ്ങനെയല്ലോ, അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലയോ, നിങ്ങൾക്ക് അള്ളാഹിനോടും അവന്റെ റസൂലിനോടും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തോടും അല്ല നിങ്ങൾക്ക് പ്രിയം. നിങ്ങൾക്ക് വീടാണ്, നിങ്ങൾക്ക് കുടുംബമാണ്, സ്വത്താണ്, മുതലാണ്, സൗകര്യങ്ങളാണ്, ഇണതുണകളാണ്, മക്കളാണ്, രക്ഷിതാക്കളാണ് നിങ്ങൾക്ക് പ്രിയങ്കരമായതെങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോടി. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. എന്നിട്ട് പഠിച്ചവൻ അത്രക്കാരെ പറ്റി പറഞ്ഞത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നിർവഴിയിലാക്കൂല. നേർക്ക് നേരെ പഠിച്ച ഈ 8 പ്രാധാന്യം കൊടുത്തവൻ ഫാസിഖാണ്, 3 പ്രാധാന്യം കൊടുക്കാത്തവൻ ഫാസിഖാണ്. എവിടെയാ? ബിസ്മില്ലാത്ത അധ്യായം 9 സൂറത്ത് തൗബ 24 പോയിന്റ് 3. 4ാമത്തെ പോയിന്റ് വീണ്ടും ആയത്ത്. 2 ഹദീസ് ഞാൻ പറഞ്ഞു, ഇനി ആയത്ത്. എന്തായത്ത്? 33 അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 6ാമത്തെ വാചകം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഈ ആയത്തിൽ 2 തലങ്ങളാണ്. ഒന്നുള്ള പഠിപ്പിക്കുക, സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹത്തെക്കാളും ഏറ്റവും അടുത്ത് കിടക്കുന്നവൻ ഹബീബാ. പിന്നെ അല്ലാഹുവിന്റെ ഖുർആൻ 2ാമത് പറയുന്നത് അറിയോ, ആ ഹബീബിന്റെ പ്രിയങ്കരികളായ ഭാര്യമാരില്ലേ, നമ്മുടെ ഉമ്മമാരാണവർ, നമ്മുടെ ഉമ്മമാരാണവരെന്ന് പടച്ചിറപ്പ് പഠിപ്പിച്ചു പോവുകയാ. ഈ കൂട്ടത്തിൽ ഉമ്മമാര് മരിച്ചുപോയവരുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ. നാളെ ആഖിറത്തില് സ്വർഗത്തിലാണെങ്കിൽ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിമാര് ഉമ്മമാരുടെ കൂടെ 10-11 ഉമ്മമാരുടെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉൾപ്പെടാൻ പടച്ച റബ്ബിനോട് കനിഞ്ഞ് കണ്ണു നിറഞ്ഞ് ഹൃദയം പിടിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ കരന്നിട്ടുണ്ടെന്ന കാലമാണ്. പലതും ചോദിക്കണില്ലേ നമ്മള്? ആ കൂട്ടത്തിൽ ഒന്നും കൂടി ചോദിക്കുക, അല്ലാഹുവേ എന്റെ ഒരുപാട് ഉമ്മമാരില്ലേ, ആ അമ്മച്ചികളെ കൂടെ സ്വർഗത്ത് കിടക്കാൻ തൗഫീഖ് കേൾക്കണേ, പടച്ചനെ കൂടെ എന്റെ അമ്മ ഉണ്ടാകണേ. ഇതിപ്പോ അവനാന്റെ അമ്മനെ പറ്റി പോലും സ്വർഗത്തിലാണോ ഇല്ലേന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാത്ത മക്കളാ.
എന്തൊക്കെ പഠിച്ചു? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സുവോളജി, ബോട്ടണി, ഹിസ്റ്ററി, ജോഗ്രഫി, മൈക്കോളജി, മൈക്രോബയോളജി, അനോട്ടമി, സോഷ്യോളജി, സൈക്കോളജി, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, പ്രൊഫഷണൽ, എല്ലാ ആനത്തലയും പഠിച്ചു. ഒന്ന് മാത്രം പഠിച്ചില്ല, അള്ളാന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അള്ളാനെ അറിയില്ല, റസൂലുള്ളാഹിനെ അറിയില്ല. അപ്പൊ വാപ്പച്ചി മരിച്ചു കിടന്നപ്പോ നിസ്കരിക്കാൻ എങ്ങനെയെന്നറിയില്ല, ബാപ്പച്ചിനെ ഖബറടക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല, ബാപ്പച്ചിക്ക് വേണ്ടി ചോദിക്കേണ്ടതെന്നറിയില്ല. അതാണ് ഇന്ന് നിങ്ങളോട് തുടക്കത്തില് എന്റെ സുഹൃത്ത് ഹാരിസ് പറഞ്ഞെന്തറിയോ, 3 കുട്ടികൾ നമ്മള് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദരിച്ചില്ലേ, ഈ ആദരവ് ദുനിയാവിലെ അമ്മക്ക് കൊടുക്കാവുന്ന വലിയൊരു ആദരവ. പക്ഷെ പഠിച്ചവൻ ഓല വാപ്പാർക്ക് കൊടുക്കുന്ന ഒരു ആദരവ് ഉണ്ടാകുന്ന നിങ്ങള്. കെമിസ്ട്രി പഠിച്ചവന്റെ വാപ്പാക്ക്, എഞ്ചിനീയറായവന്റെ വാപ്പാക്ക്, ഡോക്ടറായവന്റെ വാപ്പാക്ക് കിട്ടാത്തൊരു പോളിസി അല്ല കൊടുക്കും. താജുൽ ഖറാമ, ഖറാമത്തിന്റെ കിരീടം ചൂടുക. അല്ലാഹ് എന്താപ്പത്, എന്തിനപ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടിയതെന്ന് സ്വർഗത്തിൽ വെച്ച് ആലോചിക്കുമ്പോ അല്ല പറഞ്ഞെടുക്കൂ, നിങ്ങളെ മക്കള് ഹാഫിദീങ്ങളായില്ലേ, ഡോക്ടർമാരായില്ലേ, എഞ്ചിനീയർമാരായില്ലേ, പ്രൊഫഷണൽമാരായില്ലേ എന്നല്ല ചോദിക്കൂല. അല്ലത് പറയൂല കൊണ്ടേ. അല്ല പറഞ്ഞറിയോ, നിങ്ങളെ മക്കള് ഹാഫിദീങ്ങളായില്ലേ, അതിന് റബ്ബ് നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റാ. പാലിശക്ക് പണെടുത്തിട്ട് മക്കളെ പഠിപ്പിക്കണല്ലേ എഞ്ചിനീയറിംഗിനും മെഡിസിനൊക്കെ. നല്ലോണം ആലോചിക്കാം. 10 റുപ്യ കയ്യിലുണ്ടെങ്കിൽ 10 റുപ്യ കൊണ്ട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റും. ഒരാൾ ഖുർആൻ പഠിച്ച എഞ്ചിനീയർ ആയിക്കോട്ടെ, ഖുർആൻ പഠിച്ച ഡോക്ടർ ആയിക്കോട്ടെ, ഖുർആൻ പഠിച്ച പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഖുർആൻ പഠിച്ച കൂലിപ്പണിക്കാരനായിക്കോട്ടെ, ഖുർആൻ പഠിച്ച ഡ്രൈവർ ആയിക്കോട്ടെ, ഖുർആൻ പഠിച്ച മാഷായിക്കോട്ടെ, ഖുർആൻ പഠിച്ച ടീച്ചർ ആയിക്കോട്ടെ, ഖുർആൻ പഠിച്ച ഭാര്യ ആയിക്കോട്ടെ, ഖുർആൻ പഠിച്ച ഭാര്യമാർ. നടന്നാല് ചുക്കി കൂട്ടത്തിൽ അള്ളാന്റെ കിതാബ് പഠിച്ച എത്ര ആൾക്കാരുണ്ടാവും? ഞാനുങ്ങളും. ഒന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞു എന്നെ പറ്റി തന്നെ. നാളെ റബ്ബ് പരലോകത്ത് എന്നാൽ പ്രവാചകർ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, ഈ ജനത എന്റെ ഖുർആനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നല്ലോ നാഥ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് ഒന്നെന്നറിയോ? ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാത്തവർ, ഖുർആൻ ഓതാത്തവരെ ഹജറുൽ ഖുർആനെ തള്ളിവരാ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവര്, പഠിക്കാത്തവര് ഹജറുൽ ഖുർആൻ തള്ളിവരാ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് വെച്ചാൽ മതി, നമുക്ക് 2 ലോകത്തേക്ക് ഉപകാരവും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ നബി തിരുമേനി സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹത്തെക്കാളും അടുത്ത ആളാ. എന്റെ ഭാര്യയെക്കാളും എന്റെ മക്കളെക്കാളും എന്നോട് ഏറ്റവും അടുത്തത് ആരാന്നറിയോ? എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്തും മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഈ ആയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? ഏതൊരാൾക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ശരീരത്തെക്കാളും പ്രിയപ്പെട്ടവനും കടപ്പെട്ടവനുമല്ലയോ അവൻ വിശ്വാസികളിൽ പെട്ടവനല്ലെന്നതിന് ഈ ആയത്ത് കൊണ്ട് ദലീലുണ്ടേ. തിരിഞ്ഞങ്ങൾക്ക് മനസ്സിലായി? നമ്മള് വെറുതെ വയലിട്ട് പോയിട്ട് കാര്യമല്ലോ, വിഷയം പഠിക്കണം. എന്താ പറഞ്ഞത്? ഈ ആയത്തിൽ തെളിവുണ്ട് ഒരാൾ ഈമാനുള്ളവനാണോ അല്ലേ എന്നുള്ളത്. നബി സ്വന്തം ശരീരത്തെക്കാൾ ഒരാൾക്ക് അടുത്തവനല്ലേ, ഓന് ഈമാനില്ലെന്നാ പഠിപ്പിക്കണം. ഇതിന് അദ്ദേഹം പറയാണ്, ഇതിലെ ഔലവിയത്തിലെ പ്രാഥമികത്വം നബിക്കാണ്. സ്വന്തം ശരീരത്തോട് ഏറ്റവും പ്രാഥമികത്വം. എന്റെ ശരീരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ റസൂല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂല. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാ, എന്താണ് പറഞ്ഞു പോണെന്നറിയോ? അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ ആധികാരികമായി ഒരു വിധി നടപ്പാക്കാൻ അനുവാദമില്ല. പ്രത്യുത അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയാകണം അവൻ തേടി പോകേണ്ടത്. എന്റെ താടിയല്ലേ വടിച്ചാൽ എന്താ എന്നൊരാൾക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. എന്റെ വസ്ത്രമല്ലേ 2 ഞെരിയാണിയുടെ താഴെ പോയാൽ എന്താ തീരുമാനിക്കാൻ അവകാശമില്ല. എന്റെ സമ്പത്തല്ലേ ഗാനമേളക്ക് മിമിക്രി പരേഡിന് ചെലവഴിച്ചാൽ എന്താ തീരുമാനിക്കാൻ അവകാശമില്ല. എന്റെ ശരീരല്ലേ കണ്ടാൽ എന്താ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വൃത്തികെട്ട പുളിച്ച വൃത്തികെട്ട മ്ലേച്ഛമായ വസ്ത്രം ധരിച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് നടുറോട്ടിലേക്ക് ഇറങ്ങി പോകാൻ അനുവാദമില്ല. കളർഫുൾ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് റോട്ടിലേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. കാരണം എന്താണെന്നറിയോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്റെ നബിയാണ് എന്നോട് ഏറ്റവും എടുത്തെടുക്കണം, എന്റെ ഭാര്യ എന്നല്ല. ഒരു ചേലുമില്ലോട്ടൊക്കെ ഷർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് പതുക്കെ മാറ്റും. കാരണം പെണ്ണുങ്ങൾ പറഞ്ഞില്ല.
നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ ആലോചിച്ച സംഗതിയാണ്, ചിലപ്പോൾ നമ്മുടെ ഭാര്യമാര് ഡ്രസ്സ് എടുത്താൽ ഒന്നുകൂടി നന്നാകാം. അതിൽ രണ്ട് തത്വം കൂടി ഉണ്ട്. ഒന്നും വെച്ചാൽ വേറൊരാൾക്ക് അട്രാക്ഷൻ കൂടണമെങ്കിൽ നമ്മളല്ലാത്തൊരാൾ ഡ്രസ്സ് എടുത്താൽ നന്നാവുന്നൊരു പോളിസി അല്ലേ? ചിലതിലൊക്കെ അങ്ങനെ. എന്നാലേ സ്വർഗത്തിന്റെ വിഷയത്തിൽ ഭാര്യയുടെ സെലക്ഷൻ നമുക്ക് വേണ്ട. അള്ളാന്റെ റസൂൽ സെലക്ട് ചെയ്തൊരു സാധനം അത് മതി. സ്വർഗത്തിന്റെ വിഷയത്തില് ബാപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ സെലക്ഷൻ നമുക്ക് വേണ്ട. അള്ളാന്റെ റസൂലിന്റെ സെലക്ഷൻ. മക്കളെ സ്വർഗത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വസ്ത്രം ധരിപ്പിക്കുമ്പോ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് പറഞ്ഞേ ഓൽക്ക് ചുരിദാറോ, ഇത് ഓല നരകത്ത് പറഞ്ഞേക്കല. നിങ്ങൾക്ക് പറഞ്ഞേ ഓൽക്ക് ഇറാനി, ഇറാഖി, അഫ്ഗാനി, ജോർദാൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, തട്ടത്തി മറിയത്ത്, പണ്ടാറോ, അങ്ങനെ ആന, ചേന, എന്തെല്ലാം ഡ്രസ്സാണ് വൃത്തിയിട്ട ഡ്രസ്സ്. ഇത് മുഴുവൻ ഇട്ടുകൊടുക്കുക. അപ്പൊ നമ്മള് പറയണത് അള്ളാന്റെ കിതാബ് എന്താ പഠിപ്പിക്കുന്നത്? സ്വന്തത്തെക്കാളും ഏറ്റവും എടുത്തു കിടക്കണ അള്ളയാണ്, അള്ളാന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തീരുമാനിക്കണം, മുസ്ലിമേ നിന്റെ വസ്ത്രം എന്താകണം. നബി തീരുമാനിക്കും, മുസ്ലിമേ നിന്റെ രൂപം എങ്ങനെയാകണം. നബി തീരുമാനിക്കും, മുസ്ലിമേ എന്റെ കുടുംബജീവിതം എങ്ങനെയാകണം. നബി തീരുമാനിക്കും, മുസ്ലിമേ എന്റെ മാതാപിതാക്കളുള്ള ബന്ധം എങ്ങനെയാകണം. നബി തീരുമാനിക്കും, മുസ്ലിമേ എത്ര കല്യാണം കഴിക്കണമെന്ന് നബി തീരുമാനിക്കും. മുസ്ലിമേ ബാപ്പനോട് ഉമ്മനോട് എങ്ങനെ പെരുമാറേണ്ടത് ഇത് അള്ളാന്റെ റസൂല് തീരുമാനിക്കും. റസൂലുള്ളാന്റെ തീരുമാനം ആരുടെ തീരുമാന? അള്ളാന്റെ തീരുമാനം. ദീന സ്വർഗത്തിന്റെ വഴിയാ. അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എത്ര കൃത്യങ്ങൾ ആലോചിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിക്കേണ്ട അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏതൊരു വിശ്വാസിക്കും തന്റെ ശരീരത്തെക്കാളും അടുത്തവൻ ഞാനാണ്. സഹീഹ് മുസ്ലിം 867 നമ്പർ ഹദീസ്. ഞാൻ ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതൊന്നും. അള്ളാന്റെ നബിയുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരാം. അള്ളാന്റെ റസൂല് പൂർണ്ണമായി ജീവിതത്തിലേക്ക് വരാം. സ്വഹാബത്ത് അങ്ങനെയാ. നമ്മുടെ ചർച്ച എവിടെയാ? സ്വഹാബത്ത് അങ്ങനെയാ. അള്ളാഹുവിന്റെ നബി തിരുമേനിയോട് സഹവസിക്കാൻ ആഗ്രഹിച്ചു പോണ സ്വഹാബത്തിന്റെ കഥകള് ചരിത്രത്തിൽ ഒരുപാട് കാണാം. റസൂലുള്ളാന്റെ കൂടെ ദുനിയാവിൽ ജീവിച്ചതുപോലെ ആഖിറത്തിലും അള്ളാന്റെ റസൂലുള്ളാന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു പോയ സ്വഹാബ. നമുക്കൊന്ന്, ഞാൻ ചിലപ്പോ ആലോചിക്കാം, നമുക്കൊന്നും അങ്ങനത്തെ ചിന്തന ഉണ്ടായിരുന്നു. എന്തൊക്കെ നമ്മൾ റബ്ബിനോട് ചോദിച്ചു. ഞാൻ തുറന്നു പറയണം. നമ്മൾ പലതും പ്രാർത്ഥിക്കില്ല, ആ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു, അള്ളാന്റെ റസൂലിന്റെ കൂടെ റബ്ബേ ഞങ്ങൾക്ക് ഒരിടം ഉണ്ടാകണേ പഠിച്ചനെ സ്വർഗത്തിൽ. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരിടം ഉണ്ടാകണം സ്വർഗത്തിൽ. നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ കൂട്ടരെ? നിങ്ങൾ ആലോചിച്ചു ഇല്ല? എന്തെങ്ങനെ ആലോചിക്കാതെ പോയത്? നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നില്ല. എന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജീവിക്കുന്ന കാലഘട്ടത്തിലാകട്ടെ, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ നിമിഷത്തിലാകട്ടെ ആഗ്രഹിക്കുന്നത് എന്തറിയുന്നത്? ഒരു ഹദീസ് കൂടി ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ബുഖാരിയിൽ 3700 നമ്പർ ഹദീസ്. ഈ ഹദീസുകളൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിക്കുന്നത്. ആരുടെയും തൃപ്തിയോ താല്പര്യങ്ങളോ അല്ല അതൊന്നും പറയുന്നിടത്ത് മക്കളത്. ഹദീസിൽ അറിയൂ, കുത്തേറ്റിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്തെ പള്ളിയിൽ അങ്ങനെ കിടക്കുകയാ. സുബഹി നമസ്കാരിച്ചു. സ്വഹാബത്തിൽ സുബഹി നിസ്കരിച്ചിട്ടില്ല. അവ സുബഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞു. അവസാനത്തെ നിമിഷങ്ങളാ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. എന്റെ 2 സുഹൃത്തുക്കളോടൊപ്പം എനിക്ക് ഖബറടക്കപ്പെടണം. എന്റെ 2 സുഹൃത്തുക്കളോടൊപ്പം. ഉമർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി തന്റെ മോനോട് പറയാ, അബ്ദുള്ളയോട് പറയാ, ഇൻതലിഖ ഇലാ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് മോനെ നീ ചെല്ലണേ. എന്നിട്ട് ഉമ്മയോട് പറയണേ, യഖറഉ അലൈകി ഉമറുസ് സലാം, ഉമർ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് ഉമ്മ എന്ന് ഉമ്മയോട് പറയണേ. ഫഇന്നീ ലസ്തുൽ യൗമ ലിൽ മുഅ്മിനീന അമീറാ, ഇന്ന് മുഅ്മിനീങ്ങളുടെ അമീറല്ല ഉമർ, ഇന്ന് മുഅ്മിനീങ്ങളുടെ അമീറല്ല ഉമർ എന്ന് പ്രത്യേകം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാ. വഖുൽ, എന്നിട്ട് നീ പൊന്നുമ്മച്ചിയോട് ചോദിക്കണേ, യസ്തഅ്ദിനു ഉമർ ഇബ്നുൽ ഖത്താബ് അൻ യുദ്ഫന മഅ സ്വാഹിബൈ, ഉമർ
ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ തന്റെ രണ്ട് കൂട്ടുകാർക്കൊപ്പം ഖബറടക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൊന്നുമ്മച്ചിയോട് പ്രിയപ്പെട്ട മോനെ അബ്ദുള്ള നീ ചെന്നിട്ട് പറയണേ, ഉമ്മച്ചിയോട് പറയണേ, എന്റെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം ഖബറടക്കപ്പെടാൻ ആഗ്രഹമുണ്ടെന്നത്. മരിക്കുന്ന നേരത്ത് ഉമറുൽ ഖത്താബിന്റെ പ്രാർത്ഥന എന്താ, ആഗ്രഹം എന്താ? മരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ചാരത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ ചാരത്ത് കിടക്കണം. നിങ്ങളിന്ന് പോയി നോക്കി മദീനത്ത് ഖബർ ഇങ്ങനെയാ. റസൂല് തൊട്ടടുത്ത് സിദ്ദീഖ് തങ്ങള്, അതിന്റെ തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. വരച്ചു വെച്ചിട്ട് ഒരിക്കൽ അഷ്റഫ് മൗലവി ഹഫിളഹുല്ലാ മദീനി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഖബർ കിടക്കുന്ന രീതി, അവിടെയുള്ള 4 ചുമരും, പിന്നെ അപ്പുറത്തുള്ള എക്സ്ട്രാ ചുമരും, പിന്നെയുള്ള ചുമരും, എത്ര മറണ്ടറിയോ. അപ്പോൾ അവിടെ നോക്കിട്ട് നമ്മള് കണ്ടുക്കണോ റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കി നമ്മൾ കണ്ടുക്കണോ. എങ്ങനെ നോക്കിയാലും തലട്ടൂത്തി കാണൂല. പിന്നെ തൽക്കാലൊക്കെ ചപ്പടാച്ചി പൂടിയൊക്കെ വെച്ചിട്ട് മദീനത്തേക്ക് എല്ലാവർക്കും പോകാലോ, ഉംറ ടൂർ നടക്കണില്ലേ, എല്ലാവർക്കും പോകാലോ, എല്ലാവർക്കും കാണാലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ആരാ ഈ പറയണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ പറയണത്? റസൂലുള്ളാഹിന്റെ കൂടെ മറമാടപ്പെടണം. ആ കൂടെ എന്തിനാ അങ്ങനെ ചോദിക്കണ അനുവാദം? ആയിഷ ബീവിയുടെ വീട്ടിലെ റസൂലുള്ളാഹിനെ മറമാടിയത്. എവിടെ നബി മരിച്ചിട്ട് അവിടെ മറമാടുന്നത്. കൂടെ ആരാ? ആയിഷ ബീവിന്റെ ഉപ്പ, നമ്മുടെ ഉമ്മന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തിന്റെ നേതാവും റസൂലുള്ളാഹിയും ഉമ്മത്തിന്റെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തടുത്ത്. ഈ ഉമ്മത്തിന്റെ രണ്ടാമൻ നേതാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹം എന്റെ രണ്ട് കൂട്ടുകാരാണ്. ഈ രണ്ട് കൂട്ടുകാരാണ് ഉഹുദിന്റെ മുകളിൽ കയറിയത്. ഉഹുദൊന്ന് കുലുങ്ങി. അള്ളാന്റെ നബി പറഞ്ഞു, അടങ്ങുഹുദേ, സിദ്ദീഖും റസൂലും സിദ്ദീഖും ഫാറൂഖുമാണ് ഉഹുദേ. വട്ടക്കിണറിന്റെ ചുറ്റുമിരുന്ന സംഭവമില്ലേ? വട്ടക്കിണറിന്റെ ചുറ്റുമിരുന്ന സംഭവം ഒരുപാട് ഭാവിയിൽ വരുന്ന സംഭവങ്ങളെ അനുസ്മരിക്കാൻ ആ ഹദീസ് മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടേ. റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് ഒന്നാമത് അനുവാദം ചോദിച്ചിട്ട് സിദ്ദീഖ് തങ്ങള്, പിന്നെ അനുവാദം ചോദിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വരുന്നു, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് വരുന്നു. അവിടെ ഓല് ഒരുമിച്ചാണ്. ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പട്ടിണിയേറ്റ്. അപ്പോഴും രണ്ടാളും ഒരുമിച്ച് നോക്കുമ്പോൾ നബി ഓടുന്നു വരുന്ന അതിലും വലിയ പട്ടിണിയേറ്റ്. രണ്ടാളും കൂടി നമുക്ക് പോയി വെക്കാൻ. അവിടെ രണ്ടാളും ഒരുമിച്ച്, ഈ മൂന്നാളും ഒരുമിച്ചുള്ള കുറെ രംഗങ്ങളുണ്ട്. ആര്? ഹബീബുനാ റസൂലുള്ളാഹി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്. ലോകത്തിന്റെ നേതാവും ഉമ്മത്തിന്റെ നേതാക്കന്മാരാണ്. നിങ്ങളാലോചിക്കുക. അപ്പൊ മരിക്കാൻ നേരത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിൽ ആഗ്രഹം എന്റെ രണ്ട് കൂട്ടുകാർക്കൊപ്പം തന്നെ മറമാടണം. അങ്ങനെ ചെന്നു, പറഞ്ഞു, സമ്മതം ചോദിച്ചു. ഉമ്മ ഇരുന്ന് കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ കരഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു, കുന്തു ഉരീദുഹു ലിനഫ്സി, ഞാനത് എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. ഇന്ന് എന്നെക്കാളും തീർച്ചയായും അദ്ദേഹത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. വിവരമറിഞ്ഞ ഉമർ പറയുന്ന വാക്കെന്തറിയോ? മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കെന്തറിയോ? റസൂലുള്ളാഹിന്റെ ചാരത്ത്, സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത് മരണത്തോടടുത്ത് ഒരിടം കിട്ടുമെന്ന് ആയിഷ ബീവിയുടെ സർട്ടിഫിക്കറ്റ്, ആയിഷ ബീവിയുടെ സമ്മതം കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ വർത്തമാനം എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, അർത്ഥം ഞാൻ പറയണ്ടല്ലോ. ഇതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായതൊന്നുമില്ലേ? ഇതിനേക്കാളും എനിക്ക് വിലപ്പെട്ടതൊന്നുമില്ലേ? ഇതിനേക്കാളും എനിക്ക് പ്രധാനമായതൊന്നുമില്ലേ? എന്റെ മരണം കഴിഞ്ഞാൽ പൊന്നുമോനെ എന്നെ കൊണ്ടുപോകണേ, ഉമ്മച്ചിയുടെ അരികിലേക്ക് ചെല്ലണേ, ഉമ്മച്ചിയോട് പറയണേ, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ അനുവാദം ചോദിക്കുന്നു എന്ന് പറയണേ. അവരെനിക്ക് അനുവാദം നൽകിയാലോ, എന്നെ നീ ആ ഖബറിലേക്ക് അവിടെ മറമാടിയാലും, ഇനി അവരെന്നെ മടക്കിയാലോ, മുസ്ലിങ്ങളുടെ പൊതു ഖബർസ്ഥാനിലേക്ക് എന്നെ മടക്കണേ. ജീവിച്ചിരിക്കുമ്പോഴും അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് മറമാടപ്പെടാൻ ആഗ്രഹിച്ചു പോയ സ്വഹാബ. ജീവിച്ചിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെ? ഓൽ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചതോ എങ്ങനെ?
അള്ളാന്റെ റസൂലിന്റെ ജീവിതം കൊണ്ട് സ്നേഹിച്ചു പോയോ? വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ഓരോ അനക്കങ്ങളിലും അടക്കം